ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഒട്ടും സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? നിങ്ങളൊന്ന് ഉത്തരം ഗസ് ചെയ്ത് നോക്കുക കേട്ടോ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ. ഉത്തരം സരോജിനി നായിഡു. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ. ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഉത്തരം എബ്രഹാം ലിങ്കൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്? ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്? ഉത്തരം 14. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. അഭിവാദ്യത്തിന് ആദ്യമായി ജയ് ഹിന്ദ് എന്ന് ഉപയോഗിച്ചത് ആരാണ്? അഭിവാദ്യത്തിന് ആദ്യമായി ജയ് ഹിന്ദ് എന്ന് ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഉത്തരം ഓഗസ്റ്റ് വിപ്ലവം. എന്താണ് ഓഗസ്റ്റ് വിപ്ലവം? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി ആരാണ്? മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി ആരാണ്? ഉത്തരം GP പിള്ള. കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം K. കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് K. കേളപ്പൻ. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം വള്ളത്തോൾ. 1906 മുസ്ലിം ലീഗ് സ്ഥാപിച്ചതാര്? 1906 മുസ്ലിം ലീഗ് സ്ഥാപിച്ചതാര്? ഉത്തരം ആഘാ ഖാൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാര്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ആരാണ് ആര്യ സമാജം സ്ഥാപിച്ചത്? ആരാണ് ആര്യ സമാജം സ്ഥാപിച്ചത്? ഉത്തരം ദയാനന്ദ് സരസ്വതി.
ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി സാൻഡേഴ്സനെ വധിച്ചതാര്? ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി സാൻഡേഴ്സനെ വധിച്ചതാര്? ഉത്തരം ഭഗത് സിംഗ്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരാണ്? ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരാണ്? ഉത്തരം മാഡം ഭിക്കാജി കാമ. ഷഹീദ് ഇ ഹിന്ദ് എന്നറിയപ്പെട്ടതാര്? ഷഹീദ് ഇ ഹിന്ദ് എന്നറിയപ്പെട്ടതാര്? ഉത്തരം ഭഗത് സിംഗ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിതനാക്കിയത്? ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിതനാക്കിയത്? ഉത്തരം ജാലിയൻ വാലാബാഗ്. ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ആരാണ്? ഉത്തരം ഡോക്ടർ അംബേദ്കർ. ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി. ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി രവീന്ദ്രനാഥ് ടാഗോർ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടതാര്? രക്തസാക്ഷികളുടെ രാജകുമാരൻ. ഉത്തരം ഭഗത് സിംഗ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ആര്? യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ആരോടൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്? ആരോടൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്? ഉത്തരം CR ദാസ്. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം C രാജഗോപാലാചാരി. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചതാര്? ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏത്? രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചതാര്? ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചതാര്? ഉത്തരം പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ്. തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. ഇന്ത്യൻ ഇക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഇക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി.
കൂട്ടുകാരെ, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച നേതാവ് ആരാണ്? ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവെന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച നേതാവ് ആരാണ്? കൂട്ടുകാരെ, ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. നിങ്ങൾക്കിനി ഏത് വീഡിയോ ആണ് ആവശ്യമെന്നതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.